അങ്ങനെ നമ്മൾ പോയിന്റ് റിക്കോർഡിൽ സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം ഞങ്ങളൊരു 1 hour ഇവിടെ നിന്ന് പോകും. 6 മണി 6:15 സമയം. അപ്പം ഞാനിപ്പം ഈ പുതിയ വരുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരുമ്പം ഒത്തിരി ആൾക്കാർ പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ പോയാൽ എങ്ങനെയാണ്, ഇവിടെ പോയാൽ എങ്ങനെയാണ്, അവിടെ പോയാൽ അതുണ്ടോ, ഇവിടെ പോയാൽ ഇതുണ്ടോ. അങ്ങനെ ഒരു 100% എല്ലാ ബോക്സസും ടിക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പൊ കെസിയയെ സംബന്ധിച്ച് കെസിയ സെൻട്രൽ ലണ്ടനിൽ വോൾവിച്ചിലല്ലേ അല്ല വോൾവിച്ചിൽ ആയിരുന്നു താമസിച്ചിട്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഹർബേയിലാണ്. അപ്പം ആനയും ആടും പോലുള്ള കൂടുതലുള്ള വ്യത്യാസം ഈ 2 സ്ഥലങ്ങളും തമ്മിലുണ്ട്. ഇപ്പൊ ലണ്ടനിലെ തിരക്കും അതുപോലുള്ള എല്ലാ ഹൈഫൈ സെറ്റപ്പിൽ നിന്നും ഹാർവേ പോലെയുള്ള ഒരു സാധാരണ അങ്ങനെ ഒരു ഹൈടെക് എന്ന് പറഞ്ഞാലില്ലെങ്കിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്, താമസിക്കുന്നത്. ഇപ്പൊ 1 മാസമായിട്ട് താമസിക്കുന്നു. അപ്പം ഞാൻ അന്ന് വന്ന് അവര് ഞാനാണ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തതും അതിന്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇടയ്ക്കിടാം. പിക്ക് ചെയ്തും വീട്ടിൽ അവിടെ അത്യാവശ്യം വണ്ടി എല്ലാം മേടിച്ചു കൊടുത്ത് ആ വണ്ടിയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് ഇവിടെ ഞങ്ങൾ 2-3 കിലോ ഡ്രോപ്പ് ചെയ്ത് ഇവരുടെ അക്കോമഡേഷൻ ആണ് ഇത്. ഇവരുടെ ഒരു ഹൗസാണ്. എല്ലാ വീടുകളെല്ലാം സെറ്റായിരുന്നു. അപ്പം വന്ന് വിട്ടിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു 4 ആഴ്ചക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നുകൂടെ ഇവരൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് വന്നത്. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇപ്പം ഇന്ന് തിരിച്ചു പോകുന്നു. അപ്പം ഇതിനോട് നമ്മളിപ്പം ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പം ഓസ്ട്രേലിയക്ക് UK എന്നോ അയർലൻഡിൽ നിന്നോ ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നില്ല, ഗൾഫിൽ നിന്നാണെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ സർവീസും ചെയ്യുന്നുണ്ട്. ഞാനാണ് കൊണ്ടുവന്നതാണ് ഇവര്. അപ്പം ഞാൻ വിസ പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ PR വിസ അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ജനറൽ ഗൈഡൻസ്, ഇവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളൊരു ഗൈഡൻസ് കൃത്യമായിട്ട് ഇപ്പം കൃത്യമായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പം കെസിയയോടും നമ്മുടെ ബിൽ ഗേറ്റ്സിനോടും അവരുടെ എക്സ്പീരിയൻസ്, അവരിപ്പോൾ അവിടെ നിന്ന് വന്നവരുടെ ലൈഫിൽ എന്താണ് അവർക്കൊരു മാറ്റം തോന്നുന്നത്, അല്ല അവർക്ക് എന്താണ് നമ്മളിൽ വരാനിരിക്കുന്നവരോട് പറയാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരു 5 മിനിറ്റ് നേരം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാനായിട്ട് ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടോ നമുക്ക് സ്ക്രിപ്റ്റഡോ ഒന്നും അല്ല. അങ്ങനെ ഒരു ചോദ്യോത്തരങ്ങൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്കറിയാവുന്ന പോലെ അവരുടെ അനുഭവത്തിൽ ഒരു ഉത്തരം പറയുന്നതാണ്. കെസിയ അപ്പം എന്താ പറയുക, കെസിയ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഈ ചിന്നുവിനൊക്കെ മൂത്തൊരു എന്നെ മുമ്പ് അങ്ങനെ പ്രായം കൂടുതലേ ഉള്ളൂ. പക്ഷെ അതുപോലെ ഞങ്ങൾ ക്ലോസ് ആണ്, വളരെ ക്ലോസ് ആണ്. അപ്പം അവരോട് നമുക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. കെസിയ അല്ലാതെ ഒന്ന് ലണ്ടനിൽ നിന്ന് വന്നത് ഇവിടെ വന്ന് ഈ ഒരു പട്ടിക്കാട് പോലെ എന്ന് തോന്നുന്നുണ്ടോ, അതോ എന്നിട്ട് നിങ്ങൾക്ക് ലൈഫ് എങ്ങനെയാണ് തോന്നുന്നത് കെസിയയുടെ അഭിപ്രായത്തില്? വലിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ലണ്ടനിൽ നിന്ന് ഇവിടെ വരുമ്പം ടോട്ടലി ഡിഫറെന്റ് ആണ്. പക്ഷെ കംപ്ലൈന്റ് പറയാനിലേക്ക് ഒന്നുമില്ല. അതായത് ലണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു ക്രൗഡഡ് ബിസി ലൈഫാണ്. ഇവിടെ ഇത്തിരി ഒരു കാം ആൻഡ് ക്വയറ്റ്. ഇവിടെ എന്താ ഇല്ലാത്തത്? ലണ്ടനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ മിസ് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും എളുപ്പം. മിസ് ചെയ്യുന്നതായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ആക്ച്വലി ലണ്ടനിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അല്ല, അതിപ്പോ 2 സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ആൾക്കാരുടെ, നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിന് പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ ലണ്ടന്റെ ഒരു ലക്ഷറി നമുക്ക് ഇവിടെ ചെറുതായിട്ടൊരു ഇല്ല. ലണ്ടൻ ലക്ഷറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിന്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പറ്റുന്നതും ഈ ഓസ്ട്രേലിയയുടെ ഒരു ക്യൂൻസ്ലാൻഡിന്റെ ഒരു സ്ഥലത്തുള്ള ഒരു ഹാർബേ എന്നൊരു ടൗൺ, അതുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയതിലും കൂടുതൽ സൗകര്യങ്ങളാണോ കുറവ് സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? കൂടുതൽ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും വിലയെല്ലാം ഭയങ്കര കുറവാണ് ഇവിടെ. എല്ലാം ചീപ്പാ. പിന്നെ വൈഫൈ, അങ്ങനെ നെറ്റ്, അങ്ങനത്തെ ഒക്കെ ചെറിയ അത് പൊതുവെ ഉള്ളൊരു കംപ്ലൈന്റ്. നമ്മൾ ഏറ്റവും നെറ്റിന് പൊതുവെ ഇച്ചിരി ഒരു എന്താ പറയുന്നത്, ഒരു ഇച്ചിരി സ്ലോ ആണ്, ചിലപ്പോൾ ബ്രോക്കൺ ഇന്റർനെറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാറില്ല കൊണ്ട്. വൈഫൈക്ക് നല്ല സ്പീഡുണ്ട്. ചാർജ് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അവിടെ 10 പൗണ്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു $40 അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമാണ്. അത് പറയുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്, ജീവിത ചെലവിൽ വ്യത്യാസമുണ്ട്, ജീവിത സാഹചര്യങ്ങൾ. നിങ്ങൾ പറഞ്ഞു തന്നെ ഓർക്കുന്നുണ്ട്, ലണ്ടനിൽ ഇവരിപ്പോ ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിനകത്ത് അല്ലെ, ഒരു റൂമായിരുന്നു. ഇതിപ്പം ഒരു 2 റൂമും വലിയ ഒരു കിച്ചൺ വിത്ത് അല്ലെ, ഒരു ഓപ്പൺ കിച്ചൺ, മൂന്ന് റൂമും വലിയൊരു ബാത്റൂമും, പിന്നെ ഔട്ട് സൈഡിൽ അല്ലെ നല്ല സൗകര്യങ്ങളുണ്ട്. ഞാനത് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലാത്ത പുറമൊന്നും കാണിക്കാത്ത, പക്ഷെ പുറത്തൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്, ഓടി നടക്കാവുന്ന സ്ഥലമുണ്ട് അല്ലെ. രാവിലെ എണീക്കുമ്പോ നമ്മൾ ആ സൂര്യനെ കാണുമ്പോ നമുക്ക് പോസിറ്റീവ് ഒരു എനർജിയാണ് അല്ലേ.
അപ്പം അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഏത് സാഹചര്യത്തിൽ ജോലിക്ക് നമുക്ക് ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എബിന്റെയും ചിഞ്ചുവിന്റെയും വീഡിയോ ചെയ്തു. അവരെന്ന് പറയുന്നത് ശരിക്കും തനി ഔട്ട് ബാക്ക് ടൗണിൽ താമസിക്കുന്നവരാണ്. ഇതിപ്പം ഇവർ താമസിക്കുന്ന ആർവിബേ എന്ന് പറയുന്നത് ശരിക്കും ക്യൂൻസ്ലാൻഡ് ബ്രിസ്ബേണിൽ നിന്ന് നമ്മൾ ടൗൺസിൽ പോകുന്ന വഴിക്ക് സൺഷൈൻ കോസ്റ്റിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഒരു 1 hour 1.5 hour ഡ്രൈവ് ഉള്ളൂ ഇങ്ങോട്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ബണ്ടാബർഗ്, പിന്നെ റോക്കാംപ്റ്റൺ, പിന്നെ ടൗൺസിൽ, അങ്ങനെ അത് പോവാം. കോസ്റ്റൽ ടൗൺ തന്നെയാണ് ഇത്. ഞാൻ ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരെവിടെയാണ് എങ്ങനെയാണ് ഒത്തിരി ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ചിലത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ആരാണ്, എവിടെയാണ്, എങ്ങനെ കാണുന്നത്, ഏത് കാലത്തെ കാണുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ചോദിക്കുന്നത്. അതുപോലെ ഈ ഞാൻ പറഞ്ഞ പോലെ ശമ്പളത്തിന്റെ ബേസിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ശമ്പളം എന്തായാലും വ്യത്യാസമുണ്ട് വിജയ? നമുക്കിവിടെ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടോ, അതോ അതുപോലെ തന്നെയാണോ? നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മളവിടെ അവിടത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 weekly ആണല്ലോ ഇവിടുത്തെ ട്രെയിൻ. 2 ആഴ്ച കൂടി ശമ്പളം കിട്ടും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു ബാക്കപ്പ് ഉണ്ട്. ലൈക്ക് അവിടെ നിന്ന് എല്ലാ മന്ത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തിരി ടൈറ്റ് ആവും. ഇവിടെ SCIക്ക് എനിക്ക് തോന്നുന്നു 8 pound കൂടുതലാണ്. അത്രയും വ്യത്യാസം. 1 മണിക്കൂറിന് 8 pound വ്യത്യാസം വരും. ലൈക്ക് നമ്മുടെ UK വെച്ച് നോക്കുമ്പോൾ ഒരു ബാങ്ക് 6-7 റേഞ്ചിൽ ഇവിടെ വരും. സേവിങ്സ് നിങ്ങൾക്ക് അവിടത്തെക്കാളും കൂടുതലുണ്ടോ, അതോ ഒരു മാസത്തിലാണ് സേവിങ്സ് വരാൻ മാത്രമുള്ള സമയമായില്ലേ? എന്നിരുന്നാലും നമുക്കിപ്പം ഇപ്പൊ ജസ്റ്റ് ആദ്യത്തെ ശമ്പളം കഴിഞ്ഞ 3 ലക്ഷം മുമ്പ് കിട്ടും. സേവിങ്സ് എല്ലാം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ആയി. വണ്ടി വാങ്ങിച്ചു അല്ലേ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ പോയി, ലണ്ടനിൽ നിന്ന് ചെലവാക്കിയതല്ല, ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ചെലവ് വന്നു. അപ്പൊ നമുക്ക് സ്വന്തം വണ്ടി അല്ലെ, 2 ദിവസം വണ്ടി വാങ്ങിച്ചു. ചേട്ടന്റെ കിട്ടി. നമ്മളിവിടെ വരുന്ന പിള്ളേർ ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ ചിലര് വിചാരിക്കുന്നത് എന്തുമാത്രം പറയാനുള്ള ചെയ്യാനുള്ളത് ചെയ്യും. നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് എന്തുമാത്രം ഗുണമായിരുന്നു. ഇപ്പൊ എനിക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതല്ല, ആണോന്ന് വെച്ചാൽ ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം അറിഞ്ഞില്ലല്ലേ. ഇപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ടല്ലോ, ശരിക്കും ഒന്നും അറിയുന്നൊന്നുമല്ല. ഇവരിപ്പം നിങ്ങൾ ഗ്രോസറി മാത്രം നിങ്ങൾ തന്നെ മേടിച്ചു, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നപ്പോ എല്ലാ സെറ്റപ്പ് ആയാലും, വീട് സെറ്റപ്പ് ആയിരുന്നു, വണ്ടി റെഡിയാക്കി ഇവർ തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ അഫോർഡബിൾ ആയിട്ട് വണ്ടി വാങ്ങിച്ചു. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് ഇതുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ വരുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വണ്ടി അത്യാവശ്യമാണ്. ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലല്ലേ ഞങ്ങളുടെ മനസ്സില് 2 മാസം കഴിഞ്ഞ് എടുത്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പക്ഷെ 2 മാസം നമ്മൾ കഴിഞ്ഞ് എടുക്കുന്നേ നമ്മൾ പെട്ടുപോയായിരുന്നു. കാരണം ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അത്ര, പബ്ലിക് ട്രാൻസ്പോർട്ട് അത്ര. അതാ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ ഇച്ചിരി വണ്ടി ഇവിടെ ഉണ്ട്, പക്ഷെ 2 മണിക്കൂർ എങ്ങാണ്ട് കൂടുമ്പോഴാ ഉള്ളത്. അതുപോലെ മലയാളി സാധനങ്ങൾ മേടിക്കാണ്ട് എത്ര ദൂരം പോകണം? ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ എല്ലാ മലയാളി സാധനങ്ങളും അവൈലബിൾ. മലയാളി ഹോട്ടലുകൾ എല്ലാ അരമണിക്കൂർ, എല്ലാ അരമണിക്കൂറിനകത്ത് എല്ലാ സാധനങ്ങളും കിട്ടും. അതുപോലെ തന്നെ പള്ളിയിൽ പോകാനാണോ? പള്ളി അടുത്തുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളുണ്ടോ അടുത്ത്? അതെ. ഹോസ്പിറ്റലുണ്ടോ അടുത്ത്? ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്തതിനാ? ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അല്ലേ? എയർപോർട്ടും ഉണ്ട്. തൊട്ടടുത്ത് എയർപോർട്ടും ഉണ്ട്, ചെറിയ ഫ്ലൈറ്റ് പോലുള്ള എയർപോർട്ട്. പിന്നെ ഒരു ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ്ങിന് യൂണിറ്റ് വരെ ഇവിടെയുണ്ട്. ഇപ്പം ഹാർവിബേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മേരി ബ്രോ ഹാർവിബേ എന്ന് പറയുന്ന 2 അടുത്തടുത്ത ടൗണുകളാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ബേസിക് ഫെസിലിറ്റി ഒന്നും അല്ല, അതും നല്ല രീതിയിൽ ഒരു എനിക്ക് വന്ന 8 out of 10 എന്ന് പറയാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സത്യം പറഞ്ഞ ഒരു പട്ടിക്കാട് സെറ്റപ്പ് ആണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അല്ലേ നമ്മള് നല്ലപോലെ ഇവര് യങ്ങാണ്, ഇവർ പിള്ളേരൊന്നും ഇല്ല. ഇവര് ജസ്റ്റ് 1 year ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച. അപ്പം യങ്ങായിരിക്കുന്ന കപ്പിളിനാണെങ്കിലും ഞാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി പ്രൈമറി സ്കൂളിലുള്ള കപ്പിൾസിനായാലും പ്രൈമറി ഹൈസ്കൂൾ വരെ കുഴപ്പമില്ല. പക്ഷെ അതിന് ഇവിടെ അല്ല, ഞാൻ കണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ ഈ ഏരിയയിൽ. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേരൻസിന് മക്കളെ കുറച്ച് ഇപ്പം ബ്രിസ്ബനിലേക്കോ അല്ലെങ്കിൽ വേറെ അടുത്ത സ്ഥലങ്ങളിലേക്കോ കോഴ്സ് വേറെ യൂണിവേഴ്സിറ്റിയിലായിട്ട് വിടേണ്ടതായിട്ട് വരും. അപ്പോൾ വീട്ടിൽ മാറി നിൽക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊരു വലിയ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മിക്ക പേരൻസും മക്കളെ ഇപ്പം ബ്രിസ്ബനിലാണേലും, ബ്രിസ്ബനിലുള്ള ചില പിള്ളേർ ചിലപ്പോൾ അവർക്ക് കോഴ്സ് കിട്ടുന്ന ചിലപ്പോൾ സിഡ്നിയിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലായിരിക്കും, അവിടെ ഉള്ളവർക്ക് കോഴ്സ് ഉള്ളൂ. അപ്പം മാറി താമസിക്കുന്ന വളരെ കോളേജിലുള്ള പിള്ളേർ മാറി താമസിക്കുന്ന വളരെ കോമൺ ആണ്. ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കൂടി ഉണ്ട്. പിന്നെ എബിൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നറിയോ?
നമ്മളിപ്പോ ഒത്തിരി ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് സേവിങ് കുറയും. കാരണം വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ മേടിച്ചു പോകുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാനും അതിനൊക്കെ ശരിയാ. അപ്പം ഞാനിങ്ങനെ പറയാൻ ചേട്ടൻ ബ്രിസ്ബനിലായിരുന്നു താമസം, ചേട്ടൻ ഇങ്ങനെ എന്തും പറയാമല്ലോ, ഞങ്ങളെല്ലാം പോയി ചേട്ടന്റെ കാര്യം ഏതായാലും കഴിഞ്ഞു, അങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഹാപ്പിയാണ് അല്ലേ? ഒരു മാസമേ ആയുള്ളൂ, ഹാപ്പിയാണ്. എന്നാലും എനിക്കത് കാണാൻ പറ്റും. കാരണം ഞാൻ ഇവരെ ഇന്നാക്കി ജസ്റ്റ് 2 മണിക്കൂർ ഒന്ന് നിന്ന് പെട്ടെന്ന് പോയി. അപ്പൊ വന്നതിന് ശേഷം വന്നപ്പോ ഇവരെല്ലാ കാര്യങ്ങളിലും ഒന്നും ചേട്ടാ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. അത് ഇവർക്ക് അവനും ജോലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹോമില് കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ട് പുള്ളിക്ക് കാശ് ജോലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കഞ്ഞി കുടിക്കാനായിട്ട് ആളുകൾ എന്തായാലും ഉണ്ട് അല്ലേ? ഇപ്പം ഇന്നലെ വന്നപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാ മലയാളി ഫുഡും ഒക്കെ അവര് പ്രിപ്പയർ ചെയ്തെല്ലാം എന്നാ പോത്തും മത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതെ വലയിട്ട് അപ്പുറത്തെ ഇപ്പത്തെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ വലയിട്ട് മീൻ പിടിച്ച് മത്തി അല്ലെ നല്ല ഫ്രഷ് മത്തി വറുത്ത് ആണ് നമ്മള് കുത്തരി ചോറും കൂട്ടി പുളിശ്ശേരിയും എല്ലാം കൂട്ടി ചോറും ഒക്കെ കിട്ടും. അപ്പൊ നല്ല നല്ല ഭംഗിയായിട്ട് കേരള രീതിയിലുള്ള ജീവിതം തന്നെയാണ് നമുക്കിവിടെ പറ്റുന്നത്. കാലാവസ്ഥയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരിച്ചിരി തണുപ്പുണ്ട്, അത് എല്ലാവർക്കും തണുപ്പുണ്ട്. അതൊരു തണുപ്പേ അല്ല, ഇത്രയും വരുന്നവർക്ക് ഒരു തണുപ്പേ അല്ല. അപ്പൊ അങ്ങനെ അപ്പൊ വരാനുള്ളവരോട് അങ്ങനെ ഒരു റീജിയണൽ ഏരിയയിലേക്ക് വരാനായിട്ട് താമസിക്കുന്ന, അല്ലെങ്കിൽ എനിക്കറിയാം അത് ഒത്തിരി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വരാനുള്ളവരോട് ഹാർവേ പോലെയുള്ള ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സൺഷൈൻ കോസ്റ്റ് പോലുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ വരാൻ പറ്റുന്നവരോടുള്ള ഒരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഏറ്റവും പറയാനുള്ള ഏറ്റവും നല്ല കാര്യവും ഏറ്റവും മോശം കാര്യം എന്തായിരിക്കും? നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വരിക. സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു ഞാൻ ചോദിച്ചു. ഈ സ്ഥലം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. വെതർ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം എപ്പോഴും സൂര്യൻ വരും, ആ ഒരു മങ്ങലൊന്നുമില്ല. നമ്മുടെ ലണ്ടനിലാണെങ്കിൽ പെട്ടെന്നല്ല, അതെ മൂടൽ ഭയങ്കര ഒരു ഇതാണ്. അതെ, ഇവിടെ ആണെങ്കിൽ അങ്ങനെയില്ല, ഇവിടെ നല്ല കാലാവസ്ഥയാണ്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ആഗ്രഹിക്കുന്നവർക്ക് ചിലർ ഇത് പറയും അല്ലെ, ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി. ഈ 12 മണിക്കൂർ ജോലിയാണ് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ 8 മണിക്കൂർ ആകുമ്പോൾ എല്ലാ ദിവസവും പോകണ്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ആദ്യം അത് ശീലിച്ചവർക്ക്, കുറെ കാലമൊക്കെ UK ജോലി ചെയ്ത് ശീലിച്ചവർക്ക് അത് ചിലപ്പോൾ ഒരു ഇനീഷ്യലി ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മളത് പ്രാക്ടിക്കലി പോകപ്പോയി അത് ഓക്കെയാണ്. ഇത് രാവിലെ കുറച്ച് സമയം കിട്ടും, വൈകുന്നേരം കുറച്ച് സമയം കിട്ടും, എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ പറ്റും. അപ്പം അതൊരു കാര്യമാണ്. പക്ഷെ എല്ലായിടത്തും മറ്റു തന്നെ ആവുന്നില്ല, ചിലടത്തുള്ളൂ. ഞങ്ങൾക്കിപ്പം കുഴപ്പമില്ല അല്ലേ? പക്ഷെ ലണ്ടനിൽ വെച്ചാണെങ്കിൽ 3 ദിവസം പോകുന്ന വെച്ചാൽ ഇവിടെ ഓവർ ടൈം ഒക്കെ എടുത്ത് 4 ദിവസം പോകും. പക്ഷെ 4 ദിവസം വരുമ്പോഴത്തേന് പിറ്റേ ദിവസം ക്ഷീണവും കിടക്കും, മറ്റ് 2 ദിവസം സ്റ്റാൻഡിങ് അല്ലേ ബോഡിക്ക്. പക്ഷെ ഇത് തൊട്ടടുത്തായോണ്ടും പെട്ടെന്ന് 4 മണി 4 വരും. പിന്നെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അല്ല പാർക്കിലൊന്ന് കറങ്ങാനൊക്കെ പോയി. ഇവിടെ വെച്ചോണ്ട് നിങ്ങൾ മിക്കവാറും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അവിടെ വെച്ചാണെങ്കിലും എനിക്കാണെങ്കിലും 4 ദിവസമായിരുന്നു. പിന്നെ നല്ല കാര്യം പറഞ്ഞു, വെതർ വൈസും മണി വൈസും ആണ് എല്ലാവരും സാധാരണ പറയുന്നത്. പിന്നെ ബെറ്റർ ഹൗസസ് അക്കോമഡേഷൻ. ഒരു മോശം കാര്യം എന്ന് വെച്ചാൽ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ട് മോശം, അതിഭയങ്കരമായിട്ട് മോശം എന്ന് പറയാനാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? പബ്ലിക് ട്രാൻസ്പോർട്ട്. വണ്ടി ഇല്ലാത്തവർക്ക് ജസ്റ്റ് പാടായിരിക്കും. പാമ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞു? പാമ്പിനെ ഇതുവരെ കണ്ടില്ല. പാമ്പിന് പറയുന്ന കാര്യത്തിൽ എത്രമാത്രം വാസമുണ്ട്. ഇപ്പൊ 1 മാസം കൊണ്ട് നിങ്ങൾ പാമ്പിനൊന്നും കണ്ടിട്ടില്ല. ഇല്ല, സാധാരണ ജീവിതം നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ കാട്ടിലും വീട്ടിലൊന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം കൊണ്ട് പാമ്പിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ 8 കാലി വന്ന് കടിക്കാറുണ്ടോ ഉറങ്ങുമ്പോൾ? ചുവന്ന ഇത്രയും വലിയ 8 കാലി കടിച്ചോളൂ. എല്ലാ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണിക്കും, പക്ഷെ ഇവർ കാണിക്കാത്ത നമ്മുടെ എല്ലാ ഡോറും ഇങ്ങനെ മെഷ് പോലത്തെ പല വെച്ചിട്ട് പ്രൊട്ടക്ടർ. അങ്ങനെ അകത്തോട്ടൊന്നും കയറി വരത്തില്ല. അതെങ്ങനെയാണ് എല്ലായിടത്തും. കാരണം വൃത്തിമനായിട്ട് നോക്കിയിരിക്കുന്നിടത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ. ഞങ്ങൾ ചുമ്മാ ഒരു ട്രിപ്പ് പോലെ വന്നതാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബോസിനെ ഇവിടുന്ന് ഐസ്ക്രീം തിന്നാൻ, ജലാറ്റോ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ബോസ് ഇവിടെ കുറെ ചായ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കുക. ഞങ്ങളപ്പോ ആദ്യം താമസിക്കുന്നത് ഇവിടുന്ന് വിടുക. അപ്പൊ ഇവര് ഞാൻ പറഞ്ഞില്ല, ഇവര് നമ്മൾ തന്നെ അടിക്കടി കാണേണ്ടതാണ്. അപ്പം വീണ്ടും വിശേഷങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇവര് പോയതും വന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ രാത്രിയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഇവർ കുറച്ചുകൂടെ സെറ്റിലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ പറയത്തക്ക രീതിയിൽ ഇവര് സെറ്റ് ആയതിനു ശേഷം എനിക്കൊരു കാര്യം പറയാം. അല്ല, ഇങ്ങനെ പൊക്കിയൊന്നും പറയല്ല. ബോസ് അവിടെ ചായ തിളച്ചു പോയി. സാരില്ല, പറഞ്ഞു നീ പറഞ്ഞു. അല്ലെ, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്ത് പിന്നെ പൊക്കെ പറയാനാണ്.
ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പിന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഞങ്ങളെ നോക്കി ഇവിടെ കൊണ്ടാക്കി വണ്ടിയും മേടിച്ച് ഞങ്ങളുടെ രജിസ്ട്രേഷനും എല്ലാം ചെയ്തു തന്നെ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് താങ്ക്സ് പറയാൻ പറ്റുമോ അന്നേരം എടാ, ഇതെന്നാന്നറിയാവോ? ഇപ്പൊ ഈ എവിലും ഇത് തന്നെ പറഞ്ഞു. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും പുള്ളി സെൽഫ് പ്രൊമോഷൻ പറയിപ്പിക്കുന്നതാണ്. ഇപ്പൊ അങ്ങനെ വിചാരിച്ചാലും ചേട്ടന്റെ ഏരിയ നോക്കി ഇങ്ങനെ ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഞങ്ങളിപ്പോ Even- ഹൈവേയിലോട്ടാ വരുന്നത്. അല്ല ഈവൻ ഈ എംപ്ലോയറിനെ കണ്ടുപിടിച്ചു തന്നെ തന്നെ ചേട്ടനാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഫാസ്റ്റ് ഒരിക്കലും വരാൻ പറ്റത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്തു അല്ല അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്ന സർവീസ് അതാണ്. നമുക്കിപ്പം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ വന്ന് ചേട്ടന് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതെ. ഈ ഫസ്റ്റ് ഡേ ഇന്നതൊക്കെ ചെയ്യണം, സെക്കൻഡ് ഡേ ഇന്നതൊക്കെ വേണം, പിന്നെ തേർഡ് ഡേ ഇന്നതൊക്കെ കാര്യങ്ങളും കൊണ്ടേ ചേട്ടൻ ഇതൊക്കെ ആദ്യമേ കഴിഞ്ഞ വീഡിയോ പറയാനേ കഷ്ടമായി പോയി. അല്ല ഞാനിപ്പോ ഞാനൊരാളെ ഇപ്പൊ ഞാൻ പറയുന്നത് റീലൊക്കേഷൻ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് അവരെ ഇപ്പം ബ്രിസ്ബെയിനിലോട്ടാണ് വരുന്നത്. എല്ലാ ലൊക്കാലിറ്റാണ് ഇപ്പം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു അവരെ നമ്മൾ കൊണ്ടുവന്ന് സെറ്റിലാക്കി അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. പല കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ ഇവർക്ക് എല്ലാം കറക്റ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് ചെയ്താൽ എല്ലാം കൃത്യമാണ്. നിങ്ങളുടെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവർ വന്നത്. പ്രോസസ്സിംഗ് തുടങ്ങുന്നത് ഒരു ഏപ്രിൽ ഏത് മാസമായിരുന്നു പ്രോസസ്? ഏപ്രിൽ 1-നാണ് ഒരു ഏപ്രിൽ 1-നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു May 6th. May 6, അതായത് 13ാമത്തെ മാസം പ്രോസസ്സിംഗ് തുടങ്ങി രജിസ്ട്രേഷൻ പോയി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു 13 മാസത്തിനകത്ത് ഇവരിവിടെ വന്ന് ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. ഞാൻ പറഞ്ഞില്ല 13ാമത്തെ മാസം അവരിവിടെ വന്ന് എല്ലാ കാര്യങ്ങളും തന്നെ സെറ്റിലായി. അപ്പം എന്നാ പറയുന്നത്, ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് കൃത്യന്മാർ നേഴ്സുമാരെ വാല തൂങ്ങി. കഴിഞ്ഞ ചെബിന്റെ ഒക്കെ വീഡിയോ ഒക്കെ അത് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇപ്പം നേഴ്സുമാരെ വാല തൂങ്ങി വരുന്നതെന്ന് പറയുന്നത് നേഴ്സുമാരെന്ന് പറഞ്ഞ നാട്ടുകാരാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ഒരു കുടുംബമാണ്. കെട്ടാനും കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഒന്നാണ്. അതിനകത്ത് കെട്ടിയുള്ള വാല തൂങ്ങി കെട്ടിയ അങ്ങനെയാണ് കെട്ടിയന്മാർ പെണ്ണുങ്ങൾക്ക് പറയാമല്ലോ, കെട്ടിയന്മാരെ വാല തൂങ്ങി അവര് ജീവിക്കുന്നത് പറയാമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരു കല്യാണം കഴിഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡന്റ് ആയിട്ട് എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പം ഞാൻ വാലത്തു നിന്നാണെന്നോ അവള് വാലത്തു നിന്നാണെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ പോറ്റുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റുകൾ ഒന്നിട്ടിട്ടുന്ന ഒരു കാര്യമല്ല. എനിക്കതിനകത്തൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ നമ്മളിതിൽ പ്രൊമോട്ട് ചെയ്ത ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ വന്നു, ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും സിറ്റിസൺഷിപ്പ് എടുത്തവരാണ് 10-15 വർഷം മുമ്പേ. അപ്പൊ അങ്ങനെ വന്ന് നമുക്കത് ഇഷ്ടമായി ഉള്ളതുകൊണ്ട് പറയുന്നു. അപ്പൊ അത് മറ്റുള്ളവർ എന്തൊരു ഉപകാരമാവട്ടെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഇൻകം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പൊ ഇവരും തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയാ ഫ്രീ ആയിട്ടൊന്നും അല്ല. അവര് എനിക്ക് എന്റെ സർവീസ് ചാർജ് എനിക്ക് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളതിൽ കൂടുതൽ ഞാൻ കാണും. കൂടുതൽ അവർ തന്നെ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം 5 എന്നാൽ 50 തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക്. എനിക്കിതിപ്പോ ഒരു എന്താ പറയുന്നത്, ഇതൊരു ഇൻകം വരുമാനമാർഗമാണെങ്കിൽ കൂടിയും അപ്പൊ അവർക്ക് അതിലും കൂടുതൽ ലാഭം അതിൽ നിന്ന് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പം ഇത്രയും നേരം ഇവരിത് പറഞ്ഞത് ഞാൻ പറയാൻ വേണ്ടി പോസ്റ്റ് ചെയ്തതല്ല. അപ്പൊ അവന് പറയണമെന്ന് തോന്നി. അപ്പൊ അവന് പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്ത്. കാരണം പുള്ളി ഹാപ്പി ആയതുകൊണ്ടാണ് പറയുന്നത്. എബിൻ ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഇവരും വീട്ടിലാണ് 2 ദിവസം നിന്നിരുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും ഹാപ്പിയാണല്ലോ. മലയാളികളൊക്കെ ഉണ്ടോ ഇവിടെ? അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഇഷ്ടം പോലെ മലയാളി 100-105 കമ്മ്യൂണിറ്റിയോളം ഉണ്ട്. ഈ ഏരിയ നല്ല മലയാളി കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ഇനീഷ്യേറ്റീവ് എടുത്താൽ എല്ലാത്തിനും റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അത് പറയണം കേട്ടോ. ലണ്ടനിലാണ് ഇവിടെ ചിലപ്പോ ഞങ്ങള് ലണ്ടനിൽ അറിയാത്തതാണ്. നമ്മൾ ആന്റി സോഷ്യൽ ആണെങ്കിൽ പോലും നമ്മളെ വിളിച്ചു വരുത്തി അങ്ങനെ നമ്മൾ ആക്റ്റീവ് ആണ്. അത് അങ്ങനെ അതിനോട് ചെറിയ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക്. ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ബാഡ്മിന്റൺ ഉണ്ട്, നല്ല ഇതുണ്ട്. അതെ. പിന്നെ തേഴ്സ്ഡേ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ ഏഷ്യൻ കാര്യങ്ങൾ രാവിലെ നല്ല മാർക്കറ്റ്. എനിക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. എനിക്ക് ഏരിയ അറിയാവുന്നതല്ലാതെ ഇവിടെ അറിയാവുന്നവരുണ്ട്. ഞാനിവിടെ മുമ്പും വന്ന് താമസിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി മലയാളി കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വന്ന് ഞാൻ പറയാം ഇനിയിപ്പോ അടുത്ത ഒരാളുണ്ടെങ്കിൽ തന്നെ വരുന്നുണ്ട്, ഒരു ഫാമിലി. അപ്പം ഇവർക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നാലും ഞാനൊരാൾ ഒരു ക്ലയന്റിനെ കൊണ്ടുവന്നു അവരെ ആ വഴിക്ക് വിട്ടു, അങ്ങനെയല്ല. അവരുമായിട്ട് നമുക്കൊരു ബന്ധം എപ്പോഴും ഞാൻ വെക്കുന്നുണ്ട്. ആ ബന്ധം മുന്നോട്ടുണ്ടാകുകയും ചെയ്യും. നാളെ ആണെങ്കിലും ഇവരിപ്പം മെമ്പറല്ലേ ഒരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യും. ഫോണിലാണെങ്കിലും നേരിട്ട് വന്നാൽ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് ഇവര് തന്നെ പറയുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒന്നും പ്രത്യേകം സ്ക്രിപ്റ്റ് ഒന്നുമില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മറന്നുപോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ?
ഇല്ല, ഒന്നും പറയാൻ ഒന്നും തോന്നിയിട്ടില്ല അല്ലേ. അപ്പം ഇനി വീണ്ടും നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോയിലൊക്കെ കാണാം. അപ്പൊ രണ്ടുപേർക്കും നന്ദി ഒന്നും പറയുന്നില്ല, കാരണം അവർ നമ്മുടെ പിള്ളേരാണ്. എല്ലാ കാര്യം പറഞ്ഞ പോലെ നന്ദി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ അതെ, അപ്പൊ നമ്മുടെ രംഗണ്ണൻ കാണിക്കുന്ന ശരി. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, ആൻസർ പറയാൻ പറ്റുന്ന കമന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് പറയാം. എനിക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എന്നൊക്കെയാ നന്ദി, നമസ്കാരം. അതെ അടിച്ചു കയറി വാ. അടിച്ച്